ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ എല്ലാവരെ പോലെ ആവണം അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ ഫോളോ ചെയ്തിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും എത്തണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല. ആസ്പയറിംഗ് ആയിട്ട് എക്സ്ട്രാordinary ആയിട്ട് യുണീക്ക് ആവണം. ഐ നീഡ് ടു ഹാവ് എ ലൈഫ് വേർ മൈ ലൈഫ് വിൽ ബി മൈ റൂൾസ്. ആ ഒരു ആസ്പെക്ടിൽ ആസ്പയറിംഗ് ആയിട്ട് ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് മെയിൻ ആയിട്ട് ഇത്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പൊ ഒന്ന് 22-23 വയസ്സാകുമ്പോൾ എന്റെ 10ാം ക്ലാസ്സിന്റെ വെക്കേഷൻ അല്ലെങ്കിൽ +2 വെക്കേഷനുള്ള ഒരു ടൈം ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അത് അങ്ങനെ പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഒരു 23 വയസ്സിലൊക്കെ. ആ ഒരു റിഗ്രറ്റ് ഇനി ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. So before beginning the video, myself CA Aslam, qualified at the age of 23. I have also qualified 10th CBSE at 88% and +2 at 92%. ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ പാഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പാഷൻ എന്ന് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ പൈസ കിട്ടാതെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം കൊണ്ട് നമ്മൾ എത്ര വേണമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഭവത്തെയാണ് ഞാൻ പാഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാനാണെങ്കിൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് 3 അക്കൗണ്ട് ഉണ്ട്. ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട്, എന്റെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഡാൻസ് അല്ലെങ്കിൽ എന്റെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഓരോ വീഡിയോസ് ഒരു അക്കൗണ്ട്, ലൈക്ക് പിന്നെ എന്റെ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് മോട്ടിവേഷൻ റിലേറ്റഡ് മാത്രമായിട്ടുള്ള അക്കൗണ്ട്. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റത്തെ അക്കൗണ്ടായ ഡാൻസ് റിലേറ്റഡ് അക്കൗണ്ടിൽ 250 സംതിങ് പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ മെജോറിറ്റി 90% ഡാൻസ് വീഡിയോസ് തന്നെയാണ്. ഡാൻസ് വീഡിയോസ് ആണെങ്കിൽ പോലും എനിക്ക് ഡാൻസ് അറിയുന്ന ഒരാളല്ലായിരുന്നു. ഇപ്പൊ യൂട്യൂബ് നോക്കിയിട്ടൊക്കെ ഡാൻസ് പഠിച്ചത്. പിന്നെ ഞാൻ ഒബ്വിയസ്ലി സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്ന ഏതൊരാൾക്കും ആഗ്രഹമാണ് വ്യൂസ് കൂടണം. അപ്പൊ അതിന് വേണ്ടി ഞാൻ പല രീതിയിലും ഡാൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്ക് പറ്റുന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ ഫ്ലിപ്സ് പഠിച്ചിട്ട് കണ്ണ് മിന്നിക്കുന്ന രീതിയിലുള്ള ലൈക്ക് എഡിറ്റിംഗ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 30 സെക്കൻഡ് വീഡിയോ ആണെങ്കിലും ഭയങ്കര എഡിറ്റിംഗ് ഒക്കെ കൊണ്ടുണ്ടെങ്കിൽ എനിക്ക് കുറഞ്ഞത് ഒരു 4 മണിക്കൂറൊക്കെ ചില സമയത്ത് എടുക്കാറുണ്ട്. പക്ഷെ 4 മണിക്കൂർ കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, പിന്നെ ഞാൻ 4 മണിക്കൂർ എടുത്തല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ 250ഓളം പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുള്ളത് ഒരിക്കലും എനിക്ക് പൈസക്ക് വേണ്ടിയിട്ടല്ല. ഒബ്വിയസ്ലി അത് റിലേറ്റഡ് വല്ല കിട്ടണമെങ്കിൽ സന്തോഷം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുമ്പോൾ തന്നെ ഒബ്വിയസ്ലി ആൾക്കാർക്ക് ആഗ്രഹം ഇതിൽ നിന്ന് വല്ല മോണിറ്റൈസേഷൻ ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, ലൈക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ പോലും വല്ല കൊളാബറേഷൻ വഴിയൊക്കെ. ബട്ട് എനിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല, കാരണം ഞാൻ അത്ര ഒരു സംഭവം ഒന്നും ആയിട്ടില്ല. ബട്ട് ഞാനിവിടെ പറഞ്ഞു വന്നത്, ഇവിടെ ഞാൻ ഇത്ര എണ്ണം ഇട്ടിട്ടും എനിക്കൊരു റിസൾട്ടും പ്രതീക്ഷിക്കത്തക്ക രീതിയിലുള്ള ഗ്രോത്ത് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും വളരെ അധികം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഇനിയും ചെയ്യും. ബട്ട് ഇപ്പോഴത്തെ എന്റെ കറണ്ട് സിനാരിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റവന്യൂ സോഴ്സ് ഉണ്ടാക്കി നമ്മുടെ ജീവിതം സെറ്റ് ആക്കിയിട്ടല്ലേ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് സൈഡായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സിനാരിയോ അല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യാത്തത്. ലൈക്ക് ഞാനിപ്പോഴും അത് കുറച്ചായിട്ട് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഞാൻ വെച്ചേക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പാഷനാണ്. അതെനിക്ക് പൈസ അല്ല അവിടെ റെലവന്റ്, അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ആണ് എനിക്ക് അവിടെ റെലവന്റ് പറഞ്ഞാൽ. നിങ്ങളുടെ ലൈഫ് വേറെ ലെവലായിരിക്കും, വേറെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. നിങ്ങളുടെ പാഷൻ തന്നെ നിങ്ങളുടെ ജോബ് അല്ലെങ്കിൽ റവന്യൂ ഇൻകം ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതങ്ങനെ ആക്കിയിട്ട് ജീവിക്കുന്നവർക്കാണ് അതിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. പലരും പറയുന്നുണ്ട് എനിക്ക് പാഷൻ ഇല്ല, എനിക്ക് കഴിവില്ല. ഒന്നുമില്ല, എല്ലാവർക്കും ഓരോ കഴിവുണ്ട്. നമ്മളത് പല പല ഏരിയാസ് എക്സ്പ്ലോർ ചെയ്തിട്ട് കണ്ടുപിടിക്കണം എന്നുള്ളൂ. ഞാൻ എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ വീട്ടുകാർ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വല്ല വീഡിയോസ് ഉള്ള ആൾക്കാരല്ല, അവർ ഭയങ്കരമായിട്ട് വലിയ പഠിപ്പുള്ള ആൾക്കാരല്ല. ലൈക്ക് മെജോറിറ്റി ആൾക്കാർ അവര് ലൈക്ക് ഒരു ട്രഡീഷൻ ചെയ്യാൻ ഒരു പ്രായം കഴിഞ്ഞ് ഗൾഫിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത്തരം ആൾക്കാരിൽ നിന്ന് എനിക്ക് സ്വയം മാറണം എന്നൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങള് ലൈക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തത്. പിന്നെ എന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 10ൽ പഠിക്കുമ്പോൾ ഈ ഇന്റർനെറ്റ് പറഞ്ഞ സംഭവം ഇല്ല. ഞാൻ CA ഇന്റർ പഠിക്കുന്ന സമയത്താണ് ജിയോ വന്നത് തന്നെ. അപ്പൊ അപ്പോഴാണ് പിന്നെങ്കിലും ഇത്തിരി നെറ്റ് ഉപയോഗിച്ചത്. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ജിയോ വന്ന സമയത്ത് കുറച്ച് നെറ്റ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മാത്രമേ മെയിൻ ആയിട്ട് നെറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നീട് അവർ ഫ്രീ കൊടുക്കാൻ നിർത്തിയപ്പോൾ ഞാൻ വീണ്ടും നെറ്റ് വർക്ക് നിർത്തി. കാരണം പൈസ വേണമല്ലോ, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാം അധികം പൈസ ഒക്കെ. പിന്നെ മൊബൈൽ ഫോണൊന്നും അത്ര വലിയ മൊബൈൽ ഫോണൊന്നും ഇല്ല കയ്യിൽ. പിന്നെ യൂട്യൂബ് ഒക്കെ ആണെങ്കിൽ ഇന്നത്തെ സ്പീഡൊന്നും അന്നില്ല. ഇന്നിപ്പോ 5G 4G. അപ്പൊ ഇന്ന് പറഞ്ഞാൽ 10 അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഉള്ള പിള്ളേർക്ക് ലോകത്ത് പല പല ഏരിയാസ് ഉണ്ട് നമുക്ക് നമ്മുടെ പാഷൻ ആക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് അറിയാനൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി ഭയങ്കരമായിട്ട് സാധിക്കും. എന്റെ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഡാൻസ് എനിക്ക് ഇഷ്ടമുള്ള ഏരിയാസ് ആണ്. അതിലെനിക്ക് വലിയൊരു സംഭവമായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വലിയ കാര്യം ചെയ്തിട്ടില്ല. ബട്ട് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതാണ്. ഇപ്പൊ ഫിറ്റ്നസ് റിലേറ്റഡ് ലൈക്ക് ജിംനാസ്റ്റിക്സ് അല്ലെങ്കിൽ കാലിസ്തനിക്സ്, അതുപോലെ ഒബ്വിയസ്ലി ടീച്ചിങ് ഇപ്പൊ കറന്റ് ഞാൻ ഇൻകം ബേസിലാണ് നോക്കുന്നത്, കാരണം നമുക്ക് ജീവിക്കാൻ പൈസ തന്നെ വേണം. ഇപ്പൊ ടീച്ചിങ് ഞാൻ പാഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഫ്രീ ആയാലും എനിക്ക് എടുക്കാൻ ഇഷ്ടമാണ്. ഒബ്വിയസ്ലി എനിക്ക് ഇഷ്ടമാണ് ഫ്രീ ആയിട്ട് എടുക്കാനായാലും. ബട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരു സിനാരിയോ വരുമ്പോൾ ആർക്കാണ് ഫ്രീ ആയിട്ട് എടുക്കാൻ ഒരു സിനാരിയോ വരിക? ആ ഒരു ആസ്പെക്റ്റിലല്ലാതെ ടീച്ചിങ് എന്റെ പാഷൻ തന്നെയാണ്. അപ്പൊ ഈ ഒരു 3 ഏരിയാസിലോട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്തത്, എനിക്ക് ആദ്യമേ എന്റെ തലയിൽ ദൈവം ഇറക്കി വെച്ചതല്ല. ഞാൻ പല സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയിട്ടുണ്ട്, കുക്കിംഗ് വീഡിയോസ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ട്രാവലിംഗ് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പല ഏരിയാസ്. ഇപ്പൊ വ്ളോഗിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടം തന്നെയാണ്. ഇങ്ങനെ പല പല ഏരിയാസ് ചെയ്തിട്ടാണ് ഇതാണ് എനിക്ക് പിന്നെങ്കിലും 3 ഇഷ്ടമുള്ള ഏരിയാസ് എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഫ്രീ ടൈം അല്ലെങ്കിൽ വെക്കേഷൻ ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഫോൺ ഉപയോഗിക്കരുത്, ഒട്ടും കളിക്കരുത് എന്നല്ല.
നിങ്ങൾ വേണം വെച്ചിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ ഒന്നും ചെയ്യാനില്ലോ എന്ന രീതിയിൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ സമയം കളിയില്ല ഫോണിൽ നോക്കിയിട്ട്. ആ ഒരു സമയം ഇതിനൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പാഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എഫേർട്ട് നിങ്ങൾക്ക് അത്രയും നേരത്തെ ഇടാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ജീവിതത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഈ ജിംനാസ്റ്റിക്സ് അല്ലെങ്കിൽ ഫ്ലിപ്പ് സംഭവങ്ങളൊക്കെ ഞാൻ മെയിൻ ആയിട്ട് ഇത്തിരി അറിഞ്ഞു വന്നത് ഞാൻ ഫൈനൽ പഠിക്കുന്ന സമയത്താണ്. എന്ന് വെച്ചാൽ എനിക്കൊരു 21-22 വയസ്സുള്ളപ്പോ അപ്പോ ഇത് അറിഞ്ഞെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് പോകാനുള്ള ട്രെയിനിങ് സെന്റർ എടുത്തൊന്നുമില്ല. അപ്പോ ഞാൻ പഠിക്കുന്ന സമയമാണത്. അന്ന് എനിക്ക് പഠിക്കുന്ന ഒരു ഓപ്ഷനാണ്. കാരണം നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരുവിധം എല്ലാവരുടെയും നല്ല ഫാമിലി സൊസൈറ്റി പറഞ്ഞു കഴിഞ്ഞാല് ജോലി പഠിപ്പ് ജോലി ഇത് മാത്രമാണ്, അല്ലെങ്കിൽ റിസ്ക് എടുത്തിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പഠിക്കാൻ വേണ്ടി ഒരു 10 കൊല്ലം തന്നാലും നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു കൊല്ലം അല്ലെങ്കിൽ അരക്കൊല്ലം തരത്തുള്ളൂ അല്ലെങ്കിൽ 2 കൊല്ലം തരത്തുള്ളൂ. അപ്പൊ പഠിക്കാനാണെങ്കിൽ ഒരു 5, 10, 15 കൊല്ലം. കാരണം അവർ ട്രഡീഷൻ അവരെപ്പോഴും ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്, അത് ഫോളോ ചെയ്യാൻ ടെൻഡൻസി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് നിങ്ങളൊരു പ്രായം കഴിഞ്ഞിട്ട് ഇടാൻ നിങ്ങൾ വിചാരിച്ച ചിലപ്പോൾ നടന്നോളുന്നില്ല. കാരണം നിങ്ങൾക്ക് പ്രാരാബ്ദം വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് കൂടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പഠിപ്പ് കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പൊ ആ ഒരു സിനാരിയോ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഇപ്പൊ ഫ്രീ ഉള്ളത് ഉണ്ടാവും. ഞാൻ ഒരു 10 അല്ലെങ്കിൽ +2 ഒക്കെ ഉള്ള പിള്ളേരുടെ കേസായിട്ടാണ് പറഞ്ഞത്. ചിലർക്ക് ഞാൻ ചിലപ്പോൾ ഇത് പറഞ്ഞ ചിലപ്പോൾ ഓവറായിട്ട് തോന്നിയേക്കാം. ബട്ട് നിങ്ങൾക്ക് ഒരു സർട്ടൻ ഏജ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ അന്നത്തെ സമയം ഇങ്ങനെ ഉപയോഗിക്കാമായിരുന്നു. ആ ഒരു റിഗ്രറ്റ് തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ പറയണമെന്നുള്ളൂ. വേണ്ടവർക്ക് മാത്രം ആക്സെപ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ നന്നായ നിങ്ങൾക്ക് കൊള്ളാം, എനിക്ക് ഒരു ഗുണവുമില്ല. എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണു വേണ്ടവർക്ക് മാത്രം അത് ആക്സെപ്റ്റ് ചെയ്യാം. ടു ഹാവ് എ ഫ്രീഡം, ഹെൽത്തി, ഹാപ്പി ലൈഫ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലൈഫ് ഉണ്ടായാലാണ് നിങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലൈഫ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ലൈഫ് വിൽ ബി വെരി ബ്യൂട്ടിഫുൾ ഇഫ് യു ക്യാൻ മേക്ക് യുവർ പ്രൊഫഷൻ ആൻഡ് പാഷൻ സെയിം. അപ്പൊ ഞാൻ ആ ഒരു ജേണിയിലാണ്. ഇതുവരെ ഒന്നും അങ്ങനെ ആയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ആവുമെന്ന് വിചാരിക്കണു, അറിയില്ല. നമ്മൾ മനുഷ്യന്മാരാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ജേണിയിൽ എത്തുന്ന വരെ നമുക്കെല്ലാം ഒരു ഹോപ്പ്, ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും. അത് എൻഡിൽ എത്തിക്കഴിഞ്ഞാലാണ് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ബട്ട് വി വിൽ ഓൾവേസ് സ്ട്രൈവ് ഫോർ ദ ഹോപ്പ്. കോഴ്സ് യുവർ ഗോൾ ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി, മൈ ഗോൾ ഇസ് മൈ റെസ്പോൺസിബിലിറ്റി. താങ്ക് യു.